അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാരായ മക്കൾ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഷമ്മാം എന്ന പാഠം പഠിച്ചു. ആ പാഠത്തിൽ മീമിന് സദ് കൊടുക്കുമ്പോൾ മണിക്കണം എന്ന് നമ്മൾ പഠിച്ചു. മീമിന് ഷദ് കൊടുത്താൽ മണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷദ്, തൻവീൻ ഫതഹ, തൻവീൻ കസ്റ, മദ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് സദ്. ഈ സദ് കൊടുക്കുന്നത് എന്തിനാണ്? കട്ടി കൂട്ടി പറയാനാണ്. ബാഇന് സദ് കൊടുക്കുമ്പോൾ ഭ എന്ന് പറയുന്നത് പോലെ മീമിന് കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? ഉമ്മ, ഉമ്മ, ഉമ്മുൻ, ഉമ്മീ. കണ്ട, അങ്ങനെ മണിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാർ അതൊക്കെ വൃത്തിയായി പറഞ്ഞു തന്നു. ക്ലാസ് വായിച്ചു കേട്ടു, എഴുതി എല്ലാം ചെയ്തു തന്നു. മക്കൾ നല്ല മക്കളാണ്, മിടുക്കന്മാരാണ്. ഇനി നമ്മൾ പുതിയൊരു പാഠം പഠിക്കാൻ പോവാണ്. പുതിയൊരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇൻഷാ അല്ലാഹ് ആ പാഠം പഠിക്കാൻ പോകുമ്പോൾ ഞാൻ അതിൻ്റെ ആ പാഠത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ ഒരു ഇത് പറയാം. അത് ആകാശത്ത് രാത്രി സമയങ്ങളിലുണ്ടാകുന്ന മിന്നിത്തിളങ്ങുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ പേര് അറബിയിൽ എന്താന്ന് ഉസ്താദ് പറയട്ടെ? ആ സാധനമാണ് നക്ഷത്രം. മക്കൾക്കൊക്കെ അറിയാം, രാത്രിയിൽ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം, ഭംഗിയുള്ള. കണ്ടാ, നമ്മളെ ഒന്നാം ക്ലാസ്സിലെ മക്കളെപ്പോലെ നല്ല തിളങ്ങി നിൽക്കുന്ന നല്ല മക്കളെപ്പോലെ കാണും നക്ഷത്രത്തിന്. അങ്ങനത്തെ നക്ഷത്രമാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ആ നക്ഷത്രത്തിൻ്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് നജിം. നജിം, നജിം, നജിം എന്നാ പറയാ. നജിം, നജിം എന്ന് പറയുമ്പോൾ ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ന ന ന എന്നാണ്. ന ന നജിം, നജിം. ആ നജിം എന്നുള്ള നൂനാണ് നമ്മൾ പഠിക്കുന്നത്. നൂന്. ആ നൂന് എങ്ങനെ എഴുതണം, എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അപ്പം നജിം എന്ന പാഠം നമ്മൾ തുടങ്ങാൻ പോവാണ്. മിടുക്കന്മാരൊക്കെ ഉസ്താദിൻ്റെ കൂടെ സ്ക്രീനിൽ നോക്കിയിട്ട് വായിക്കണം. എല്ലാവരും വായിക്കണം. നജിം എന്ന് ഉസ്താദ് വായിക്കുമ്പോൾ കൂടെ നജിം. എന്താ നജിം എന്ന് പറഞ്ഞേ? നക്ഷത്രം. നക്ഷത്രത്തിന് പറയുന്ന പേരാണ് നജിം, അല്ലേ? നജിം. അപ്പോൾ ഉസ്താദ് വായിക്കാം. എല്ലാവരും നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്ക്. നജിം എന്ന് എഴുതിയിട്ട് നോക്കണം കേട്ടോ. നോക്കണേ. നജിം, നജിം. നബ്തുൻ, നബ്തുൻ. നുശറുൻ, നുശറുൻ. നിസ്ഫുൻ, നിസ്ഫുൻ. ജുൻദുൻ, ജുൻദുൻ. ഈമാനൻ, ഈമാനൻ. ഇഹ്സാനുൻ, ഇഹ്സാനുൻ. അജ്ഫാനിൻ, അജ്ഫാനിൻ. ന, നു, നി, നുൻ, മിൻ. ന, നു, നി, നുൻ, മിൻ. നൻ, നുൻ, നിൻ. കണ്ട, ഇതേപോലെ എല്ലാവരും മിടുക്കന്മാരായ മക്കൾ മുഴുവൻ എല്ലാ മക്കളും സൂപ്പറായിട്ട് വായിച്ചു തരണം ഉസ്താദിന്. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ നൂൻ എഴുതേണ്ടത് ആദ്യത്തിലും മധ്യത്തിലും നൂൻ എഴുതുമ്പോൾ
വരയുടെ മുകളിലൂടെ നൂൻ എഴുതണം. ആദ്യത്തിലും മധ്യത്തിലും എഴുതുമ്പോൾ വരയുടെ മുകളിലൂടെയാണ് നൂൻ എഴുതേണ്ടത്. ഇനി അവസാനത്തിൽ എഴുതുമ്പോൾ വരയുടെ താഴെയായിട്ടാണ് നൂനിൻ്റെ അടിഭാഗം വരേണ്ടത്. നോക്കിക്കോ, ഉദാഹരണം തന്നെ ബോർഡിലേക്ക് നോക്കാം, സ്ക്രീനിലേക്ക് നോക്കിക്കോ. ഇഹ്സാനുൻ എന്ന് എഴുതിയപ്പോൾ ഇഹ്സാനുൻ എന്ന് എഴുതിയപ്പോൾ അന്നുൻ എന്നുള്ളത് കണ്ടോ, കുറച്ച് താഴേക്ക് ഒരു കുണ്ടായിട്ട് ഇങ്ങനെയാണ് നൂന് കൊടുത്തത്. കണ്ട, അതേപോലെയാണ് എഴുതേണ്ടത്. അതേപോലെ നിസ്ഫുൻ എന്ന് വായിക്കുമ്പോൾ ആദ്യത്തിൽ നീ എഴുതിയത് വരയുടെ കൂടെ. അതേപോലെ ജുന്ദുൻ നടുവിൽ എഴുതിയപ്പോൾ നൂന് വരയുടെ കൂടെ. അങ്ങനെയാണ് മിടുക്കന്മാരായ മക്കളൊക്കെ നൂൻ എഴുതേണ്ടത്. ഇൻഷാ അല്ലാ. ഇനി അതിൻ്റെ താഴെ നോക്കിയേ, നൂൻ എങ്ങനെ എഴുതാന്ന് നോക്കിക്കോ. നൂൻ എഴുതുന്ന രൂപം സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കണം. നൂൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. കണ്ട, നൂൻ എഴുതുന്നത് നൂന് വലത് ഭാഗത്ത് നിന്ന് താഴോട്ട് ഒരു വര വരച്ച് താഴേക്ക് വളഞ്ഞൊരു വര, പിന്നെ മേലോട്ട് വളഞ്ഞൊരു വര. കണ്ട, അങ്ങനെ തന്നെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. എല്ലാവരും നോക്കിയിട്ട് എഴുതണം. കണ്ട, അങ്ങനെ എഴുതണം എല്ലാവരും ഇൻഷാ അല്ലാ. ഇനി അതിൻ്റെ ശേഷമുള്ള പാഠം ഒരു പേജ് മറിച്ച് നോക്കിയേ. പുറത്തെ പേജിൽ നോക്കണം എല്ലാവരും കേട്ടോ. ഇനി സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ അപ്പുറമുള്ളത് നഖറ നമുക്ക് വായിക്കാം. തഅബുദൂന നോക്കിയേ, തഅബുദൂന. നസ്തഈനു നസ്തഈനു. അഫനൽറിബു അഫനൽറിബു. അങ്ങനെ വായിച്ച് പഠിക്കണം. മൻ അസ്ലമ മൻ അസ്ലമ. നിസ്ഫു നിസ്ഫു. നഅബുദു നഅബുദു. ഫലൻ അബ്റഹ ഫലൻ അബ്റഹ. നഹ്നു നഖുസ്സു നഹ്നു നഖുസ്സു. സൗജൈനി സൗജൈനി. കണ്ട, ഇതേപോലെ എല്ലാവരും വായിച്ച് കൃത്യമായി വൃത്തിയായി പറഞ്ഞതൊക്കെ എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കണം. അതേപോലെ ഇതിൻ്റെ താഴെ കണ്ടോ, കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നർസും വിട്ട് വിട്ട് കുത്ത് ഇട്ട ആ ഭാഗത്തിൻ്റെ മുകളിലൂടെ നൂന് എഴുതുക. ആ നൂന് എഴുതേണ്ടത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് എഴുതി വൃത്തിയായി തന്നെ എഴുതണം. കണ്ട, കൂട്ടി നൂന് എഴുതിയിട്ടുണ്ട്, കൂട്ടാതെയും എഴുതിയിട്ടുണ്ട്. കൂട്ടി എഴുതുന്നത് കണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ വരയുടെ അടുത്ത് മുകളിലൂടെ നൂന്, അവസാനത്തിൽ വരയുടെ താഴെയായിട്ടാണ് നൂന് വന്നിട്ടുള്ളത്. കണ്ട, അപ്പം അങ്ങനെ തന്നെയാണ് മിടുക്കന്മാരായ മക്കൾ എഴുതേണ്ടത് നൂന്. ഇനി അതിൻ്റെ താഴെ നസ്ൽ എന്താണ്, അക്ഷരങ്ങൾ ക്രമത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൽ ഖാ, സ്ക്രീനിലേക്ക് നോക്കിക്കോ, ഖാ, ഖാഫ്, ലാം, കാഫ്. നേരെ അതിൻ്റെ അപ്പുറത്ത് കർബ്, ഖലാ, ഖബർ, ലിസാന്. നമ്മൾ കിതാബിലെ തന്നെ കാഫിന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കർബ്. കണ്ട, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഖാഇന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. മക്കൾ സ്വന്തം, ഉസ്താദിൻ്റെ മക്കൾ സ്വന്തം, 1-ാം ക്ലാസ്സിലെ മക്കൾ സ്വന്തം തന്നെ ചെയ്യണം. അപ്പോഴാണ് മിടുക്കന്മാരാവുക. നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് മുഴുവനും. ആ അക്ഷരങ്ങൾ മുഴുവനും വൃത്തിയായി ആ കിതാബിൽ വരച്ചതുപോലെ ഖാഇന് പറ്റിയ വാക്ക് ഏതാണ്, അതിന് നേരെ മക്കൾ വരച്ചു കൊടുക്കണം, മിടുക്കന്മാരായ മക്കൾ. ഇൻഷാ അല്ലാ നമുക്ക് ഈ പാഠത്തിൽ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു പേജൊന്ന് മറിച്ച് നോക്കിയേ, എല്ലാവരും മറിച്ച് നോക്കിയേ. കണ്ട, കുറേ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് കഴിഞ്ഞ പാഠങ്ങളിൽ പറഞ്ഞ പോലെ ഉണ്ട്. നോക്കിയിട്ട് ആ വരയിൽ എഴുതണം. ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ് പറഞ്ഞതുപോലെയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാ ഒന്നായിട്ട് കുട്ടികൾക്ക് തരുന്നില്ല.
ഒന്നായിട്ട് തന്ന് നമ്മൾ മക്കൾക്ക് എഴുതാൻ പറ്റൂല. 1-ാം ക്ലാസ്സിലെ നല്ല മക്കളല്ലേ. അപ്പോൾ നല്ല മക്കൾക്ക് കുറച്ച് ഉസ്താദ് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം മക്കൾ ചെയ്ത് തരിക. ബാക്കിയുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ മക്കളും വൃത്തിയായി നജിം എന്ന പാഠം വൃത്തിയായി എഴുതി ഉസ്താദിന് അയച്ചു കൊടുക്കണം. അതുപോലെ നഖറ നമുക്ക് വായിക്കാം എന്ന ഭാഗം തഅബുദൂന അങ്ങനെ തന്നെ വൃത്തിയായി വായിച്ച് മിടുക്കന്മാരായിട്ട് ഉസ്താദിന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല മക്കളൊക്കെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലൊക്കെ പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാവിന് തലയും മേൽ മുൻപല്ലിന് ഊനുകൾ ചേർത്താൽ നൂനായി, നബ്ത് പറഞ്ഞാൽ നൂനായി, നജ്മ് പറഞ്ഞാൽ നൂനായി. നൂന് പഠിക്കാൻ നാദിറുമുത്ത് നാഫിഅ പോയി നിജ്റാനിൽ. നാറ് പഠിച്ചു നൂറ് പഠിച്ചു നിൽ പഠിച്ചു നിജ്റാനിൽ. അന്ന പഠിച്ചു ഇന്ന പഠിച്ചു മുന്ന പഠിച്ചു നിജ്റാനിൽ. വലത്തോട്ട് ചെരിവുള്ള വര വരച്ചു നാജിയ, പിന്നെ കുഞ്ഞു പാത്രവും വരച്ചു വെച്ചു നാജിയ. മേലൊരു ഭംഗിയുള്ള പുള്ളി ചേർത്തു നാജിയ. നൂനെന്നക്ഷരം വരച്ചു വെച്ചു നാജിയ. നൂനിന് മീതെ ഫത്ഹ വരച്ചാൽ ഞങ്ങൾ പറയും നാനാനാ. നായുടെ താഴെ പുള്ളി കൊടുത്താൽ ഞങ്ങൾ പറയും നാണാണ. അരണ പറഞ്ഞാൽ നായുണ്ട്, കരുണ ചൊരിഞ്ഞാൽ നായുണ്ട്, ആണി തറച്ചാൽ നായുണ്ട്, തോണി തുഴഞ്ഞാൽ നായുണ്ട്.